Hi friends, welcome back to Golden Taste. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നീളമുള്ള 3 പൊട്ടറ്റോ ആണ്. നീളമുള്ള പൊട്ടറ്റോ എടുക്കാൻ നോക്കണം. എങ്കിലേ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിൽ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമുക്ക് പൊട്ടറ്റോ പീൽ ചെയ്യാം. നമ്മളിപ്പോൾ പീൽ ചെയ്ത പൊട്ടറ്റോ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇടണം, അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ കളർ ചേഞ്ച് ചെയ്യും. നമ്മൾ പൊട്ടറ്റോ ഒന്ന് പുറമേ ഒന്ന് കഴുകിച്ച് നമ്മൾ പീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിലും ബാക്ക് വശവും നോക്കാതെ കട്ട് ചെയ്ത് കളയാം. അതിനകത്ത് കുറച്ച് വെള്ളം വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉപ്പിടാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകാനായിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇടുകയുള്ളൂ. അപ്പോൾ നമുക്കത് വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഇടാം. പൊട്ടറ്റോ അപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. വെള്ളത്തിൽ നിന്ന് വേണം നമുക്കെടുത്ത് കഴുകി വൃത്തിയാക്കി വേണം നമ്മൾ എന്തെങ്കിലും അതിലേക്ക് വേണം ഒട്ടിക്കിട്ടാൻ. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന കാരണം ഇതിൻ്റെ ഒക്കെ സ്റ്റാർച്ച് കളയാനായിട്ടാണ് നമ്മളിത് ഉപ്പിനകത്ത് ഇടുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കൂട്ടിക്കളയണം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണങ്ങിയ തുണിയിലിട്ട് വെള്ളം നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയി അത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടായ ശേഷം എണ്ണ ഒഴിക്കാം. നമുക്ക് നോക്കാം എണ്ണ മൂത്തോന്നുള്ളത്. അപ്പോൾ നമ്മൾ എണ്ണ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഇടാം. ഒരു 3 മിനിറ്റ് നേരം നമുക്ക് ഫ്രൈ ചെയ്യണം. കുറേശ്ശെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിക്കാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം ഉപ്പും സ്വല്പം മുളക് പൊടിയും വിതറാം. നമുക്ക് സ്വല്പം ഉപ്പും സ്വല്പം മുളകും വിതറാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.